നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അസ്വസ്ഥത തോന്നിയാൽ ഡോക്ടറെ സമീപിക്കുകയും ചെയ്താൽ അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളെയും തടയാമെന്ന് മന്ത്രി കെ എ തുളസി. ആരോഗ്യരംഗത്തെ ശക്തമായ ഇടപെടലാണ് കേരള സർക്കാർ നടത്തുന്നതെന്നും നിപ്പയെ പോലും പിടിച്ചു കെട്ടാനായത് ആരോഗ്യ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണെന്നും മന്ത്രി. ലോക കൊതുക് ദിനത്തിന്റെയും ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ വ്യാപാരികൾ രംഗത്ത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി ഷൊർണൂർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ PW ഓഫീസിലേക്ക് മാർച്ച്. അധികാരികൾ കണ്ണു തുറക്കണമെന്നും റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും വ്യാപാരികൾ. ഓണാഘോഷത്തിമിർപ്പിൽ മലയാളക്കര. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ക്ലബ്ബുകളിലും ആഘോഷ പരിപാടികൾ. മലയാളിയുടെ തിരുവോണത്തിന് ഇനി 4 നാൾ. നാടെങ്ങും ഓണച്ചന്തകളും സജീവം. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അവശതകളെ അതിജീവിക്കാനായി കുട്ടിത്തം കിഡ് ഷോ പാലക്കാട്ട്. കുട്ടിത്തം കിഡ് ഷോ സംഘടിപ്പിക്കുന്നത് സാമൂഹ്യ വ്യക്തിത്വ വികസനത്തിനായി പ്രവർത്തിക്കുന്ന പ്രാഡ്മുമായി സഹകരിച്ച്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അസ്വസ്ഥത തോന്നിയാൽ ഡോക്ടറെ സമീപിക്കുകയും ചെയ്താൽ അസുഖങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും തടയാമെന്ന് മന്ത്രി കെ എ തുളസി അഭിപ്രായപ്പെട്ടു. ആരോഗ്യരംഗത്തെ ശക്തമായ ഇടപെടലാണ് കേരള സർക്കാർ നടത്തുന്നതെന്നും നിപ്പയെ പോലും പിടിച്ചുകെട്ടാനായത് ആരോഗ്യ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. ലോക കൊതുക് ദിനത്തിൻ്റെയും ദേശീയ നേത്ര പക്ഷാചരണത്തിൻ്റെയും ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോക കൊതുക് ദിനത്തിന്റെയും ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ആരോഗ്യരംഗത്ത് ശക്തമായ ഇടപെടലാണ് കേരള സർക്കാർ നടത്തുന്നത്. നിപ്പയെ പോലും പിടിച്ചു കെട്ടാനായത് ആരോഗ്യ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ്. വൈറസുകളുടെ വകഭേദങ്ങൾ വ്യത്യസ്തമായ അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. രോഗം കീഴ്പ്പെടുത്താതിരിക്കാൻ രോഗപ്രതിരോധശേഷി വീണ്ടെടുക്കണമെന്ന ജീവിതശൈലിയിലേക്ക് മാറുകയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. അവയവദാനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന അന്ധമായ ധാരണകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഗ്രാമതലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിലെ അവയവങ്ങൾ 5 പേർക്കെങ്കിലും പൊതുജീവനേകാമെന്ന കാര്യം വിസ്മരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. വളരെയധികം കരുതലോടുകൂടി പോകണം എന്ന് നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ 2 പരിപാടികൾ. മെഡിക്കൽ ഓഫീസർ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ ഈ പരിപാടിയുടെ പ്രസക്തിയെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത്ര ചെറിയ ഒരു ജീവിക്ക് ഇതൊക്കെ ഇത്ര വ്യാപകമായി കലർത്താൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. പക്ഷേ അത് അങ്ങനെ തന്നെയാണ്. അത്ര കലർത്താൻ കഴിയും. അതുവഴി നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളിൽ പലയധികം ദോഷവും കഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ അതത് കാലഘട്ടത്തിൽ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എ പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MK ഷീലാദേവി നേത്രദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV വിജയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് T ശോഭന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ബിന്ദു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ബോധവൽക്കരണ പ്രദർശനം, സെമിനാർ, പോസ്റ്റർ പ്രകാശനം, പ്രതിജ്ഞ തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുളപ്പള്ളി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഷൊർണൂർ PW ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പള്ളി ഷൊർണൂർ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. റോഡിന്റെ തകർന്ന അവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നും യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വ്യാപാരികൾക്ക് പുറമെ നിരവധി പൊതുജനങ്ങളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നു. റോഡ് തകർന്നതുമൂലം യാത്രാ ക്ലേശം നേരിടുന്നവരും കച്ചവടം നഷ്ടപ്പെടുന്നവരുമായ വിവിധ തുറകളിലുള്ളവരാണ് മാർച്ചിൽ പങ്കെടുത്തത്. മാർച്ച് PWD ഓഫീസിനു മുന്നിലെത്തിയപ്പോൾ
ഓഫീസിനകത്ത് പ്രവേശിക്കരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചു. തുടർന്ന് പ്രതിഷേധക്കാർ ഓഫീസിനു മുന്നിൽ മാർച്ച് അവസാനിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ കുളപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജയൻ സി പത്മനാഭൻ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുദേശ് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറുവിരലെങ്കിലും അനക്കണം എന്നുള്ളൊരു വിഷയത്തിന്റെ പുറത്താണ് നമ്മൾ ഈ പ്രതിഷേധ ജാഥ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിച്ചു, നമ്മൾ നമ്മുടെ സങ്കടം അറിയിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് വേണ്ടിയിട്ട് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാർച്ചിനെ തുടർന്ന് ഭാരവാഹികളായ ജയൻ സി പത്മനാഭൻ, സുദേശ്, ജയപ്രകാശ്, രഞ്ജിത്ത്, കേരൾ ഹരിദാസ്, നൌഷാദ് എന്നിവരടങ്ങുന്ന സംഘം PWD ഓഫീസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു. റോഡിന്റെ നിലവിലെ സ്ഥിതിയും അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഉദ്യോഗസ്ഥർ ചർച്ചയിൽ വിശദീകരിച്ചു. എന്നാൽ റോഡിന്റെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും അടിയന്തര നടപടികൾ വേഗത്തിലാക്കണമെന്നും വ്യാപാരി നേതാക്കൾ ഉദ്യോഗസ്ഥരോട് ശക്തമായി ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അവശതകളെ അതിജീവിക്കാനായി കുട്ടിത്തം കിഡ് ഷോ ഓഗസ്റ്റ് 23 പാലക്കാട്ട് സംഘടിപ്പിക്കും. സാമൂഹ്യ വ്യക്തിത്വ വികസനത്തിനായി പ്രവർത്തിക്കുന്ന പ്രാഡുമായി സഹകരിച്ചാണ് കിഡ് ഷോ സംഘടിപ്പിക്കുന്നതെന്ന് കുട്ടിത്തം പാട്രൺ ജോബി വി ചുങ്കത്ത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സർഗശേഷികളെ പരിപോഷിക്കുന്നതിനായി ആരംഭിച്ച കുട്ടിത്തം 3ാമത്തെ തവണയാണ് പാലക്കാട് ഷോ അവതരിപ്പിക്കുന്നത്. 2 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ പല കാറ്റഗറിയിലാക്കി തിരിച്ചുള്ള മത്സരം നടക്കും. കായികശേഷി കുറവുള്ളവർക്കായി പ്രത്യേക മത്സരവും സംഘടിപ്പിക്കും. വെല്ലുവിളികളെ അതിജീവിക്കാൻ കരുത്തു നൽകുന്ന കുട്ടിത്തം ഷോ രക്ഷിതാക്കൾക്കും ആശ്വാസവും ആനന്ദവും നൽകും. കുട്ടികളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനവും പഠനവും നൽകാൻ കഴിയുന്ന തരത്തിലാണ് ഷോ ക്രമീകരിച്ചിരിക്കുന്നതെന്നും ജോബി വി ചുങ്കത്ത് പറഞ്ഞു. നമ്മളൊരു പരിപാടി ഈ വരുന്ന ഞായറാഴ്ച 23-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ ജോബീസ് മാളിൽ വെച്ചൊരു പരിപാടി സംഘടിപ്പിക്കും. അത് കുട്ടികളുടെ ടാലന്റ് ഷോ ആണ് വെച്ചിരിക്കുന്നത്. 2 വയസ്സ് മുതലുള്ള കുട്ടികളുടെ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പല കാറ്റഗറി ആയിട്ട് നടത്തുന്ന ഒരു മത്സരമാണ്. മത്സരത്തെക്കാൾ കൂടുതലായിട്ടുള്ളത് കുട്ടികളിലെ അഭിരുചി മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന ഒരു വലിയ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എല്ലാ ആഴ്ചകളിലും തന്നെ കുട്ടികളുടെ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അത് കുട്ടികളുടെ അവർക്ക് ഏതിലാണ് അഭിരുചി എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം. ഡയറക്ടർ മനോജ് പാലോടൻ, പ്രോഡ് ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ, സെക്രട്ടറി ഹിതേഷ് ജെയിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണം ആഘോഷിക്കാൻ കിടപ്പ് രോഗികൾക്ക് വീടുകളിലേക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്ത് മങ്കര ഗ്രാമപഞ്ചായത്ത്. മങ്കര പഞ്ചായത്തിലെ 138 കിടപ്പ് രോഗികൾക്കാണ് കിറ്റുകൾ സമ്മാനിച്ചത്. നമ്മൾ ഉദ്ഘാടനം എന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ട് നമ്മളുടെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡുകളിൽ പോയിട്ട് നമ്മൾ അവിടെ വീട്ടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് തന്നെയാണ് നമ്മളിത് അവർക്ക് നൽകുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മളുടെ അച്ഛനമ്മമാര് നമ്മളെ കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് അതൊരു സഹായമായിട്ട് തന്നെ. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ, മെഡിക്കൽ ഓഫീസർ സുമീത എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ് സ്വാഗതവും പഞ്ചായത്ത് അംഗം ആസ്യ ഹമീദ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ആശാ വർക്കർമാർ, ആരോഗ്യ വകുപ്പ് എന്നിവർ പങ്കെടുത്തു. വ്യാപാരികൾ, സുമനസ്സുകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല മേള ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 25 വരെ മേള പ്രവർത്തിക്കും. ഷൊർണൂർ ടൗണിലാണ് നഗരസഭ കുടുംബശ്രീ ഓണ വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല നിർവഹിച്ചു. ചന്തകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമാണ് കുടുംബശ്രീ നടത്തുന്ന ഓണച്ചന്ത എന്ന് പറയുന്നത്. വിപണിയിലുള്ള ഈ
വിശേഷാവസരങ്ങളിൽ ജനങ്ങൾക്ക് പ്രാപ്യമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നത്. ബാങ്കുകളുടെ കീഴിലും മറ്റ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ കീഴിലെല്ലാം വിലക്കുറവിലുള്ള ചന്തകൾ നടത്തി ജനങ്ങളെ ഈ വിശേഷാവസരങ്ങളിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക, അതുപോലെ തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ചന്തകൾ. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ P. ജിഷ അധ്യക്ഷയായിരുന്നു. CDS വൈസ് ചെയർപേഴ്സൺ സുനിത ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CDS മെമ്പർ സെക്രട്ടറി മനോജ് കുമാർ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. VK ശ്രീകൃഷ്ണൻ, EP നന്ദകുമാർ അടക്കമുള്ള കൗൺസിലർമാർ, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളായ പച്ചക്കറി, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, കറിപ്പൊടികൾ, അച്ചാറുകൾ, ഫാൻസി ആഭരണങ്ങൾ, നേന്ത്രക്കായ തുടങ്ങിയവയാണ് ചന്തയിൽ ഒരുക്കിയിരിക്കുന്നത്. ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 7:30 വരെ മേള പ്രവർത്തിക്കും. ഓണം വിപണന മേള ഈ മാസം 25 വരെ ഉണ്ടായിരിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുഴയിലെ KCB ഇലക്ട്രിക്കൽ സെക്ഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. AXI മനോജ് ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. കുളപ്പുള്ളിയിലെ KCB ഇലക്ട്രിക്കൽ സെക്ഷന്റെ ആഭിമുഖ്യത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വലിയ പൂക്കളം തീർത്തു. പിന്നീട് ആർപ്പോ വിളികളോടുകൂടിയ ഓണാഘോഷത്തിന് തുടക്കം. ഓണാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം AXI മനോജ് നിർവഹിച്ചു. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഓണപ്പൂക്കളമാണ്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിൽ ഗംഭീരമാണ്. ചടങ്ങുകളെല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ ജീവനക്കാരും മറ്റ് സഹപ്രവർത്തകരും കോൺട്രാക്ട് ജീവനക്കാരും എല്ലാവരും ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ അപകടരഹിതമായ ഒരു ഓണം, അതായത് അടുത്ത വർഷവും നമ്മൾ ഇത്രയും ആൾക്കാരും ഇവിടെ നിന്ന് കണ്ടെത്തി സന്തോഷകരമായിട്ട് തന്നെ അടുത്ത വർഷത്തെ ഓണത്തിനും നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്മ നിറഞ്ഞ ഓണാശംസകൾ. അസിസ്റ്റന്റ് എഞ്ചിനീയർ PM മുസ്തഫ, ഓവർസിയർ പ്രമോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും ഒരുക്കിയിരുന്നു. വിവിധ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റി 34-ാം വാർഡിൽ ഉൾപ്പെട്ട 89-ാം നമ്പർ അംഗനവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ഗീത ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും ഓണസദ്യയും ഓണക്കോടി വിതരണവും ഉണ്ടായിരുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 34-ാം വാർഡിൽ ഉൾപ്പെട്ട 89-ാം നമ്പർ തോപ്പ് അംഗൻവാടിയിലാണ് വെള്ളിയാഴ്ച ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചത്. രാവിലെ പൂക്കളം തീർത്തു. ഓണാഘോഷ പരിപാടികൾ വാർഡ് കൗൺസിലർ ഗീത ഉദ്ഘാടനം ചെയ്തു. കാണുന്നത് അതുകൊണ്ട് അവർ ഞങ്ങൾ എല്ലാ വർഷവും അവർക്ക് ഓണപ്പട നൽകാറുണ്ട്. അത് ഞങ്ങൾ ഈ വർഷവും നൽകുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങളോട് പ്രവർത്തിച്ചു വരുന്നത്. ഈ വാർഡിലെ എല്ലാവരുടെയും സഹായം നമുക്ക് ഇനിയും ഉണ്ടാവണമെന്നും ഈ അംഗനവാടി ഇനിയും നല്ല രീതിയിൽ പുരോഗമനം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലാപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൗൺസിലർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ ഓണക്കോടി വിതരണവും ഉണ്ടായിരുന്നു. ചടങ്ങിൽ മുൻ കൗൺസിലർ പ്രസാദ്, CDPO ശാന്ത, സൂപ്പർവൈസർ ഷമിത, അംഗനവാടി ടീച്ചർ നിഷ, രാമകൃഷ്ണൻ, പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുട്ടികൾ, രക്ഷിതാക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത വിപണനയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല നിർവഹിച്ചു. ഈ മാസം 24 വരെ ഓണച്ചന്ത പ്രവർത്തിക്കും. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത വിപണനയുടെ വിൽപ്പന ആരംഭിച്ചു.
വെള്ളിയാഴ്ച രാവിലെ ഓണച്ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല നിർവഹിച്ചു. എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ചന്ത എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ ചന്ത ഇവിടെ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. നമ്മുടെ ഓണാഘോഷത്തിലും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആഘോഷ പരിപാടികളിലും ജനങ്ങൾക്ക് മിതമായ ന്യായമായ വിലയിൽ സാധനങ്ങൾ നല്ല ഗുണമേന്മയുള്ളത് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബാങ്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. പൊതുവിപണിയിലെ വില കയറ്റം പിടിച്ചു നിർത്തുന്നതിനും ആളുകൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചന്ത സംഘടിപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കാലങ്ങളായി ഇത്തരത്തിലുള്ള ചന്തകൾ നടത്തി വരുന്നുണ്ട്. ചടങ്ങിൽ ആദ്യ വിൽപ്പനയും നടന്നു. ബാങ്ക് പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സൗമ്യ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നളിനി, ഡയറക്ടർമാരായ NR സജിൻ, K ഗോപിനാഥൻ, PK സുശീല, കൗൺസിലർ T ലത, C സന്ധ്യ, PR ഷീജ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. അരി, പലവ്യഞ്ജന കിറ്റുകൾ എന്നിവയ്ക്ക് പുറമെ നേന്ത്രക്കായ, ഉണക്കമീൻ എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട്. ഈ മാസം 24 വരെ ചന്ത പ്രവർത്തിക്കും. ബാങ്കിന്റെ കീഴിലുള്ള ഓങ്ങല്ലൂർ, വാരണാകുറിശി ബ്രാഞ്ചുകളിലും ഇന്നു മുതൽ ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓണത്തല്ല് എന്ന കലയെ യാതൊരു ലാഭവുമില്ലാതെ കൊണ്ടു നടക്കുകയാണ് ഒരു കൂട്ടം വയോധികരായ ആശാന്മാർ. കുന്നംകുളത്തെ പേരുകെട്ട ഓണത്തല്ലിന് തയ്യാറെടുക്കുകയാണ് ചെറുതുരുത്തി താഴപ്പറയിലുള്ള 100 അംഗ സംഘം. നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് ഓണം വന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 തട്ടുകളിലായി നാടൻ തല്ല്, ഓണത്തല്ല് എന്ന പേരിൽ അറിയപ്പെടുകയും യാതൊരു ലാഭവുമില്ലാതെ കലയെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് ഒരു കൂട്ടം വയോധികരായ ആശാന്മാർ. ഇവർക്ക് കീഴിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾ അടക്കം 100 കണക്കിന് യുവാക്കൾ എത്തുന്നുണ്ട്. 27-ാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന ഓണത്തല്ലിനുള്ള വൻ ഒരുക്കത്തിലാണ് ഇവർ. ഈ കലയെ അന്യം നിന്നു പോകരുത് എന്ന ഉദ്ദേശത്തോടെ യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ ഓണത്തല്ല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വള്ളത്തൂനഗർ ഗ്രാമപഞ്ചായത്തിലെ താഴപ്പറയിൽ താമസിക്കുന്ന ചേനയും, കുന്നത്ത് മൊയ്തു, കൊരങ്കാട്ടിൽ മൊയ്തീൻകുട്ടി എന്ന വാപ്പുവും. ഇവരിൽ നിന്ന് ഓണത്തല്ല് പഠിച്ചിറങ്ങിയ 53 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയും പഠിക്കാനായി ഇവരുടെ ഒപ്പമുണ്ട്. ഇതിനോടൊപ്പം തന്നെ കളത്തിൽ ഇറങ്ങിയാൽ അടി നിയന്ത്രിക്കുന്ന 2 ചായിക്കാമാർ, റഫറിമാർ, 1 പള്ളത്ത് സുലൈമാൻ, കളത്തിൽ കുഞ്ഞാപ്പു എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഓണത്തല്ല് നിയന്ത്രിക്കുന്നത്. ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന ഓണത്തല്ല് പരിശീലനത്തിൽ 12 വയസ്സ് പ്രായമുള്ള ഷിബിൽ, ഹസൻ, ഷാനീസ് എന്നീ 3 വിദ്യാർത്ഥികളും ഇവരോടൊപ്പം കട്ടയ്ക്ക് നിന്ന് പോരാടുന്നുണ്ട്. ഏകദേശം 70 അംഗങ്ങളുള്ള ഒരു ടീമാണിത്. ഇതുകൂടാതെ കച്ച കെട്ടിക്കൊടുക്കാനും മറ്റു സഹായത്തിനും എല്ലാം കൂടി 100-ൽ കൂടുതൽ ആളുകൾ കുന്നംകുളത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഇതിനു മുമ്പ് പാലക്കാട്, ആലത്തൂർ, എടപ്പാൾ, കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഓണത്തല്ല് മത്സരത്തിൽ പങ്കെടുക്കാൻ കുന്നംകുളത്തെത്തിയിരുന്നു. എന്നാൽ അവരെല്ലാവരും ഈ ഓണത്തല്ല് ഉപേക്ഷിച്ചു. ഇപ്പോൾ ആരും ഇന്ന് രംഗത്തില്ല. ഇപ്പോഴുള്ളത് താഴപ്പറ സ്വദേശികൾ മാത്രമാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഗവൺമെന്റ് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകുന്നില്ല. ഇതിനെ തുടർന്നാണ് എല്ലാവരും ഉപേക്ഷിക്കുന്നത് എന്ന് യുവാക്കളുടെ ഹരമായ തല്ലുകാരൻ അബ്ദുൾ സലീം പറഞ്ഞു. കാലങ്ങളായി, അതായത് രാജഭരണകാലം മുതൽ തന്നെ ഇത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള 2 നാട്ടുരാജാക്കന്മാർ എന്നുള്ള അംഗത്തട്ടായിരുന്നു ഇത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഓണക്കാല സമയത്ത് ഒരു കയ്യാങ്കളിയായിട്ടാണ്, ഒരു കലയായിട്ടാണ് ഈ രൂപം, ഈ ഓണത്തല്ല് ഉണ്ടായിരുന്നത്. ഈ ഓണത്തല്ലിൽ ഒരു തല്ലിൽ ഒരു കയ്യിൽ വരുന്നത് ചെന്നി, മറുചെന്നി, കടകം, മറുകടകം, വട്ടോദരം, നേരോദരം എന്നുള്ള മുറകളോട് കൂടിയുള്ള ഒരു കയ്യിലുള്ള തല്ലുകളും, ഇതിൽ കാലുകൾ ഫൗളുമാണ്. കണ്ണുകളാണ് ഇതിന് വേണ്ടി പ്രധാനമായും നോക്കുന്നത്. ആ കണ്ണ് വെട്ടാതെ മുച്ചാൻ തല്ലി പഠിച്ചുകൊണ്ട് അവരെ മെയ്ച്ച് വഴക്കത്തോടു കൂടി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ ആശാന്മാരെ തല്ലിയിട്ട് പഠിക്കുന്ന ഒരു കല കൂടിയാണ് ഈ ഓണത്തല്ല് അഥവാ കയ്യാങ്കളി. ഇത് ഓണക്കാലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇത് അന്യം നിന്ന് പോവുകയാണ്. ഓണക്കാലങ്ങളിൽ മാത്രമാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കല ഇപ്പോൾ ഉള്ള ഈ വാപ്പിനാശാന്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന എല്ലാവരും. ഇത് കുന്നംകുളത്താണ്, ഈ പോപ്പുലർ ആർട്സ് സ്പോർട്സ് ക്ലബ്ബാണ് ഇത് മുന്നോട്ട് കൊണ്ടു നടന്നിരുന്നത്. ഈ കല അന്യം നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി
ഈ താഴപ്പുറ, നെടുമ്പര, വെട്ടിക്കാട്ട്, ചെറുതുരുത്തി, പയങ്കുളം എന്നീ ഭാഗങ്ങളിലുള്ള എല്ലാ ചെറുപ്പക്കാരും അതുപോലെ തന്നെ എല്ലാ കാരണന്മാരും കൂടി ഈ കലയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തല്ലിനിറങ്ങുമ്പോൾ മുണ്ടുകൊണ്ട് കച്ചകെട്ടി ആശാന്മാരുടെ അനുഗ്രഹം വാങ്ങി കൈ രണ്ടും മുകളിലേക്ക് നിവർത്തിപ്പിടിച്ച് അയ്യത്തടി അയ്യത്തടി എന്ന പറഞ്ഞുകൊണ്ടാണ് ഇവർ അടിക്കാനായി ഇറങ്ങുക. കൂടാതെ കടകം, മറുകടകം, ഓതിരം, മറുഓതിരം, ചെന്നി, മറുചെന്നി എന്നീ മർമ്മങ്ങൾ നോക്കിയും പറഞ്ഞുമാണ് ഇവർ അടിക്കുക. ഇത് മറ്റേ എതിരാളി തടുത്തില്ലെങ്കിൽ വൻ അപകടമാണ് സംഭവിക്കുക. മർമ്മം നോക്കിയ അടിയിൽ പല അപകടങ്ങളും സംഭവിക്കാം. പക്ഷേ എപ്പോഴും കണ്ണും കാതും കൈവേഗതയും ശ്രദ്ധയോടെ കളിച്ചില്ലെങ്കിൽ അടി വന്നു വീഴുന്നത് അറിയാൻ പറ്റില്ല. 3 അവസരങ്ങൾ കൊടുക്കും. എതിരാളിയെ അടിച്ചു വീഴ്ത്തുന്നാൽ വിജയിയായി റഫറി പ്രഖ്യാപിക്കും. കൂടാതെ 2 ആളുകളും തമ്മിൽ അടികൂടുമ്പോൾ റഫറി വന്ന് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ പരിക്ക് പറ്റാനും ഇടയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് എല്ലാ അംഗങ്ങളും കളിക്കുക. കളത്തിലിറങ്ങിയാൽ ഇവർക്ക് രക്തബന്ധമായാലും അടിച്ചു വീഴ്ത്തുക എന്ന ലക്ഷ്യം മാത്രമേയുള്ളൂ. ഒരാൾ അടിച്ചാൽ അതിനെ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. പുറത്തുള്ള എല്ലാ ജോലികളും കഴിഞ്ഞ് രാത്രിയിലാണ് ഇവർ ഓണത്തല്ല് പരിശീലിക്കുന്നത്. ഇത് കാണാനായി ദൂരസ്ഥലത്തു നിന്നടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ തങ്ങളുടെ കാലശേഷം കഴിഞ്ഞാൽ ഇത് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ അധികൃതർ ഇവർക്ക് വേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് ആശാന്മാരായ മൊയ്തുവാപ്പുവിനും ഉണ്ണിക്കും പറയാനുള്ളത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ സാധാരണ കുറേ കാലങ്ങളായിട്ട് കുട്ടികൾക്കിത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഞങ്ങൾക്ക് വകയും കൂരൊന്നും ഞങ്ങൾ സാധാരണ ആവശ്യപ്പെടാറില്ല. ഇത് ഗവൺമെൻറ് തലത്തിൽ ഓരോ മന്ത്രിമാരും ഞങ്ങൾ ഈ കുന്നംകുളത്ത് പങ്കെടുക്കുമ്പോൾ ഈ മന്ത്രിമാരവരൊക്കെ വരും. അവർ വന്നാൽ പറയാം അങ്ങനെ ആക്കിത്തരാം ഇങ്ങനെ ആക്കിത്തരാം എന്നൊക്കെ പറയും. ഒന്നും ഇതേവരെ ആക്കിയിട്ടില്ല, തന്നിട്ടില്ല, ഇതുമില്ല. അത് ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു ഏറ്റെടുക്കേണ്ട യാതൊരു ലക്ഷണവും ഇതേവരെ വന്നിട്ടില്ല. ഞങ്ങളുടെ ശരീരം ഇങ്ങനെ നാശാക്കാതെ എന്താ വെച്ചാൽ കാരണന്മാരായിട്ടുള്ളൊരു തൊഴിൽ അതങ്ങനെ കൈമാറി കൊണ്ടുവരണു എന്ന് മാത്രം ആ ഒരു കല. ആ കലയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഞങ്ങളിതിങ്ങനെ കൈമാറി കൊണ്ടിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുന്നംകുളത്തെ പരിപാടിക്ക് ഇപ്പോൾ പരിപാടി അടുത്ത വ്യാഴാഴ്ച പരിപാടി ഉണ്ട്. ആ പരിപാടിക്ക് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങൾ നടത്തുന്ന ഉൽപ്പന്നങ്ങൾ, അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഓണച്ചന്തയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പച്ചക്കറി, അതേപോലെ പലവ്യഞ്ജന സാധനങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവ മുതലായവ ഈ സ്റ്റാളിൽ വിൽക്കുന്നുണ്ട്. നമ്മളുടെ മങ്കര CDSനകത്ത് കുടുംബശ്രീക്കാർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ പച്ചക്കറികളും സംരംഭം എന്ന രീതിയിൽ അയൽക്കൂട്ടങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളുടെ സൗകര്യത്തിനും അതുപോലെ സമ്പാദ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനം തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷജീവ്, പഞ്ചായത്ത് അംഗം KV രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ എന്നിവർ സംസാരിച്ചു. ലീല ബാലകൃഷ്ണൻ സ്വാഗതവും സുജന നന്ദിയും പറഞ്ഞു. കർഷകർ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച വിവിധതരം പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സംഘടന തൃശൂർ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. KSSPU പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ചേലക്കര കുളത്തൂറുള്ള പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാവിലെ തന്നെ ഓണത്തിന്റെ ഭാഗമായി പൂക്കളം തീർത്തു. തുടർന്ന് നടന്ന യോഗം KSPU തൃശൂർ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്കാരം, ആ സംസ്കാരത്തെ വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുന്ന കലാകാരന്മാരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മളും നമ്മുടെ പെൻഷൻകാർ സംതൃപ്തരാണോ? അതും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. എല്ലാ അർത്ഥത്തിലും നമുക്ക് ഇതുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷത്തിനുള്ള പെൻഷൻ പോലും നമുക്ക് ഓണത്തിന് മുമ്പായിട്ട് കിട്ടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? കിട്ടുമെന്ന് ഗവൺമെന്റ് നേരത്തെ പറഞ്ഞിരുന്നു, തന്നോ? നമ്മുടെ പെൻഷൻ പരിഷ്കരണം പോയില്ലേ? 5 വർഷം പെൻഷൻ പരിഷ്കരണം പോയില്ലേ? ബ്ലോക്ക് പ്രസിഡന്റ് N കല്യാണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മറ്റ് ഭാരവാഹികളായ K ഗോപിനാഥൻ, ആന്റണി ജോസഫ്, E പരമേശ്വരൻ, K ലത, SM ജാഫർ, S രാമൻ, AP വിശ്വനാഥൻ, PK തങ്കപ്പൻ,
സി ഗൗരി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി സ്വാഗതവും സാംസ്കാരിക സമിതി കൺവീനർ കെ പി ദേവരാജൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അസ്വസ്ഥത തോന്നിയാൽ ഡോക്ടറെ സമീപിക്കുകയും ചെയ്താൽ അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളെയും തടയാമെന്ന് മന്ത്രി കെ എ തുളസി. ആരോഗ്യരംഗത്തെ ശക്തമായ ഇടപെടലാണ് കേരള സർക്കാർ നടത്തുന്നതെന്നും നിപ്പയെ പോലും പിടിച്ചു കെട്ടാനായത് ആരോഗ്യ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണെന്നും മന്ത്രി. ലോക കൊതുക് ദിനത്തിന്റെയും ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ വ്യാപാരികൾ രംഗത്ത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി ഷൊർണൂർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ PW ഓഫീസിലേക്ക് മാർച്ച്. അധികാരികൾ കണ്ണു തുറക്കണമെന്നും റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും വ്യാപാരികൾ. ഓണാഘോഷത്തിമിർപ്പിൽ മലയാളക്കര. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ക്ലബ്ബുകളിലും ആഘോഷ പരിപാടികൾ. മലയാളിയുടെ തിരുവോണത്തിന് ഇനി 4 നാൾ. നാടെങ്ങും ഓണച്ചന്തകളും സജീവം. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അവശതകളെ അതിജീവിക്കാനായി കുട്ടിത്തം കിഡ് ഷോ പാലക്കാട്. കുട്ടിത്തം കിഡ് ഷോ സംഘടിപ്പിക്കുന്നത് സാമൂഹ്യ വ്യക്തിത്വ വികസനത്തിനായി പ്രവർത്തിക്കുന്ന പ്രാഡ്മുമായി സഹകരിച്ച്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9-ന്. നന്ദി, നമസ്കാരം.